എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അപ്പച്ചൻ്റെ മനംമാറ്റം കണ്ടു കഴിയുമ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പച്ചനല്ലേ പറഞ്ഞത് അവളെ ഇവിടുന്ന് പറപ്പിക്കണമെന്ന്, എന്നിട്ടെന്തേ പറപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാമായിരുന്നോ, ഏതായാലും ഇനി മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് ശരിക്കൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്താ തീരുമാനം എടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവളിവിടെ നിൽക്കട്ടേടാ നമുക്ക് നോക്കാം എന്ന് പറയുവാണ്. അതിന് ശേഷം സ്റ്റാൻലി ചോദിക്കും കേട്ടോ, അപ്പച്ചന് ഒരു പെഗ്ഗൂടെ ഒഴിക്കട്ടെ എന്ന്. അന്നേരം എനിക്കിനി വേണ്ട എന്ന് പറയുമ്പോൾ അതെന്താ ചിന്നമ്മ പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പം പേടിച്ചിട്ടൊന്നും അല്ലടാ, ആ കൊച്ചി ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ മദ്യപിച്ച് ലെവലില്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാണക്കേട് ആർക്കാ, നമുക്കല്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്, അതുപോലെ നീയും ഇനി കുടിയൊക്കെ കുറച്ച് കുറയ്ക്കണം എന്ന് പറയുമ്പം സ്റ്റാൻലി പറയും അതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്ക് എൻ്റേതായ രീതിയുണ്ട്, ആ രീതിയിലേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുമ്പം അപ്പച്ചനങ്ങ് ഇഷ്ടപ്പെടുകയില്ല. അപ്പച്ചൻ പറയുന്നുണ്ട്, നീ നോക്കിക്കോ, അവൾ ചിന്നമ്മയാണെങ്കിൽ അവൾ വരച്ച് വരെ നിന്നെ കൊണ്ട് നിർത്തുമെന്ന്. അന്നേരം സ്റ്റാൻലി പറയുമേ, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ രീതികളും എങ്ങനെയാണോ അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന്, നമുക്ക് കാണാം, നോക്കിക്കോ, ഞാനും അവളുടെ കൂടെ കൂടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പച്ചൻ അവിടെ നിന്ന് പോകുന്നത്. ആ പോക്ക് കാണുമ്പോൾ സ്റ്റാൻലി ചോദിക്കും, അപ്പച്ചനല്ലേ പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ച് ചെന്നിട്ട് പുനലൂർ എന്തോ കാര്യമുണ്ട്, എന്തോ അത്യാവശ്യമുണ്ടെന്ന്, പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, ഞാൻ നാളെയേ പോകുന്നുള്ളൂ, എനിക്ക് ആ കൊച്ചിനോട് സംസാരിച്ച് തീർന്നിട്ടില്ല, അതിനോട് എനിക്ക് കുറേ കൂടി സംസാരിക്കാനുണ്ട്, കുറേ കാര്യങ്ങളോട് അറിയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ അടുത്തേക്ക് പോകും കേട്ടോ. അന്നേരം ഒരു ചെറു ചിരിയോടെ സ്റ്റാൻലി ഇങ്ങനെ ഓർക്കുവാണ്, അപ്പച്ചൻ ഇന്നും പോകില്ല, നാളെയും പോകില്ല, മറ്റന്നാളും പോകില്ല, എനിക്കറിയത്തില്ല എൻ്റെ അപ്പച്ചനെ എന്ന്. അതുപോലെ നമ്മുടെ ബബിതയും രോഹിത്തിനെയും കൃഷ്ണമോളെയൊക്കെ കാണിക്കുന്നുണ്ട്. അലീന സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് അവിടുത്തെ 3 കുട്ടികളും മുന്നോട്ട് പോകുന്നത്. ഇത് വൈജയന്തിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അവർ തന്നെ അടുക്കളയിൽ കയറി പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. രോഹിത്തും ഉണ്ട്, ബബിതയും കൃഷ്ണമോളും ഉണ്ട്. അതിനിടയ്ക്ക് അവരുടേതായ ചില കുസൃതികളും കാണിക്കുന്നുണ്ട്. പപ്പടം തിന്നുകൊണ്ടിരിക്കുന്ന രോഹിത്തിൻ്റെ മുഖത്ത് വെച്ച് ആ പപ്പടം പൊട്ടിച്ചിട്ട് ബബിത ഓടുവാണ്, പുറകെ ഓടിച്ചെല്ലുവാണ് രോഹിത്ത്. അന്നേരം കറക്റ്റ് വൈജയന്തി അങ്ങോട്ട് വരുന്നു. വൈജയന്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുകയില്ല. മക്കൾ മൂന്ന് വഴിക്കാണെങ്കിൽ വൈജയന്തിക്ക് അതാണ് ഏറ്റവും സന്തോഷം എന്ന് തോന്നും. ഏതായാലും മക്കളെ ഈ അലീനെ ശരിയാക്കി കൊടുത്ത ആ ടൈം ടേബിളിൽ നിന്ന് പുറത്ത് അടിക്കണം. അതിന് അടുക്കളയിലെ ജോലിയിൽ നിന്നൊക്കെ അവർ ഒഴിവാക്കണം. ആ സമയം വൈജയന്തി സഹായിക്കാൻ വേറൊരു ജോലിക്കാരി വേണം താനും. അതുകൊണ്ട് തന്നെ വൈജയന്തി ബാലേന്ദ്രനോട് പറയുവാണ്, അലീനയ്ക്ക് പകരം എനിക്കൊരു സെർവൻറ്റിനെ വേണമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് പകരം നിനക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല, പിന്നെ നിൻ്റെ കുഞ്ഞുമോളും ജാനുവും വേറെ ആരോണ്ടൊക്കെ ഉണ്ടല്ലോ, അവരെ പോലെയുള്ളവരെയാണ് കിട്ടും എന്ന് പറയുന്നു. വൈജയന്തി തിരിച്ചു പറയുന്നു. അതിനുള്ള മറുപടിയും ബാലേന്ദ്രൻ പറയുന്നു. ഒരിടത്തും വൈജയന്തിക്ക് അങ്ങ് വിജയിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ദേഷ്യം വൈജയന്തിക്കുണ്ട്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ വീടാണ്. സ്റ്റാൻലി അലീനയോട് പറഞ്ഞായിരുന്നു, നാളെ എൻ്റെ തോട്ടം കാണാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകാം എന്ന്. അതുപോലെ തോട്ടം കാണാൻ വേണ്ടി പോകാൻ റെഡിയാകുന്നു. സ്റ്റാൻലി ആണെങ്കിൽ ജീപ്പിൽ കയറി ജീപ്പൊക്കെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ നിർത്തുമ്പം അകത്തുനിന്ന് അലീന ഇറങ്ങി വരുന്നുണ്ട്. അലീനയുടെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ വല്യപ്പച്ചനുണ്ട് കേട്ടോ. അവർ രണ്ടുപേരൂടെ ഇറങ്ങി വരുന്നു. അലീനയുടെ ആ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി വരുന്ന കണ്ടാൽ തന്നെ കൊട്ടാരമറ്റത്തി സ്റ്റാൻലിയുടെ മകൾ എന്നുള്ളൊരു അധികാരഭാവവും ഒരു രസമൊക്കെ ഉണ്ട് അലീനയെ കാണാൻ. അലീനയുടെ ആ വരവ് കണ്ടിട്ട് സ്റ്റാൻലി പോലും ഒന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അലീനയും കൂട്ടി അവർ എസ്റ്റേറ്റിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇനി അലീന ആ വീട്ടിൽ നടക്കുന്ന കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ആ നിൽക്കുന്ന 3 പണിക്കാർ നല്ല ഒന്നാന്തരം ഉടായ്പകളാണ്. ഓരോന്നും അലീന കണ്ടുപിടിക്കുന്നു, അവന്മാരെ നിർത്തി പൊരിക്കുന്നുണ്ട്. പിന്നെ കൂട്ടിന് സ്റ്റാൻലി ഇല്ലെങ്കിൽ പോലും നമ്മുടെ വല്യപ്പച്ചൻ കൂടെ നിൽക്കും. പണിക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതൊന്നും സ്റ്റാൻലിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും വല്യപ്പച്ചൻ കൂടെ നിൽക്കുന്നുണ്ട്. അലീനയ്ക്ക് അതൊരു ബലമാണ്. ഏതായാലും അലീന വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ അലീന കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഏതായാലും അങ്ങോട്ട് ഇനി വരാനിരിക്കുന്നത് നല്ല നല്ല എപ്പിസോഡുകളാണ്.